ആകെ ബോറോയിങ് ലിമിറ്റ് വരുന്നത് 15,000 കോടി രൂപയാണ്. 15,000 കോടി രൂപയിൽ ബോറോയിങ് സ്പേസ് ലെഫ്റ്റ് ഫോർ ദ സ്റ്റേറ്റ് വെറും 6,000 കോടി. ഈ 15,000 കോടി ഇപ്പോൾ അഡ്വാൻസ് വേണമെന്ന് അവർ പറഞ്ഞേ. അതായത് അടുത്ത 9 മാസത്തെ കടമെടുക്കുവാനുള്ള ടോട്ടൽ മുഴുവൻ അവകാശം അത് 21,664 കോടിയാണെങ്കിൽ അടുത്ത 9 മാസം കടമെടുക്കുവാനുള്ള പണത്തിന്റെ 15,000 കോടി ഈ വർഷം ആദ്യം ഫിനാൻഷ്യൽ ഇയറിൽ തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് കിട്ടണമെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് വളരെ വിദഗ്ധമായി നടപ്പിലാക്കണമെന്നും വളരെ മികച്ചതാണെന്നും പറയാൻ ആർക്കാണ് കഴിയുന്നത്? അതായത് അടുത്ത വർഷത്തേക്കുള്ള ജനങ്ങളുടെ പണം അത് ഈ വർഷമേ തന്നാലേ ഞങ്ങൾക്ക് കടബാധ്യത തീർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ നൽകാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ESI റിട്ടയർമെന്റ് അവകാശങ്ങൾ നൽകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ അടുത്ത 9 വർഷത്തേക്ക് നടപ്പിലാക്കേണ്ട തുക 6,664 കോടി രൂപ മാത്രമാണ്. ഇതാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അപ്പൊ എന്താ സുപ്രീം കോടതിയിലെ കേരളത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത്? ദയവായിട്ട് ഈ കണക്ക് പുറത്തു വിടരുത്, ചതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുമായിരുന്നു. മറ്റേ ഒരു സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ പാലാരിവട്ടം ശശി ചതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഈ തല ഞാൻ കുമ്പിടുന്നു എന്ന് പറഞ്ഞതുപോലെ കാല് പിടിക്കുമായിരുന്നു. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു, ഇത് ഓൾറെഡി ഇറ്റ് ഹാസ് ബീൻ റീഡ് ഇൻ ദ സുപ്രീം കോർട്ട്, ഇറ്റ്സ് ഓൾറെഡി ഔട്ട്, ഇപ്പൊ തന്നെ TT വന്നിട്ടുണ്ടാവും, എക്സ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും എന്ന് പറയുകയല്ലേ ചെയ്തത്. അപ്പൊ ഇതാണ് യഥാർത്ഥ കണക്ക്. ഇവരിവിടെ രാഷ്ട്രീയമായി ചാനൽ ചർച്ചകൾ പോലെ തന്നെ വെറുതെ പുറത്തൊക്കെ ഇങ്ങനെ കണക്ക് പറയാന്നല്ലാണ്ട് സുപ്രീം കോടതി പോയി നുണ പറയാൻ പറ്റില്ലല്ലോ. സുപ്രീം കോടതിയിൽ പോയി ഇവർ പറഞ്ഞ കണക്കുകൾ പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവിടെ കൃത്യമായ കണക്ക് കൊടുത്തു. എനിക്ക് തോന്നുന്നത് നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ ബാക്കിയുള്ള മിനിസ്റ്റേഴ്സും പാർലമെന്റിൽ പോലും ഇത്ര രൂക്ഷമായിട്ട് പറയാനുള്ള കാരണം പാർലമെന്റിലെ MP-മാരൊക്കെ മുന്നേ കാണുന്നതല്ലേ, നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ മാന്യമായി പറഞ്ഞു വിട്ടിരുന്നു. സുപ്രീം കോടതി അതല്ല, കൃത്യമായ കണക്കുകൾ പറഞ്ഞപ്പോൾ ഇവർക്ക് മിണ്ടാട്ടം മുട്ടേണ്ടി വന്നു. ഇതാണ് യഥാർത്ഥ സ്ഥിതി. അതല്ലെങ്കിൽ ഇവർ ജനങ്ങളെ പറ്റിക്കായിരുന്നു, സുപ്രീം കോടതിയെ പറ്റിക്കായിരുന്നു. യഥാർത്ഥ കണക്ക് വേറെ മറ്റൊന്നുമായിരുന്നു, സുപ്രീം കോടതി സത്യം പറഞ്ഞിട്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇത്തരത്തിലുള്ള റിപ്പീറ്റേഷൻ പൊതുവെ നടക്കരുത്. പിന്നെ 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഭരണഘടന പ്രകാരമാണ് നികുതി പിരിക്കാത്തതെന്നൊക്കെ പറഞ്ഞു 23,000 കോടി രൂപയാണ് സംസ്ഥാനത്ത് നികുതി പിരിവിന്റെ ടോട്ടൽ കിട്ടാനുള്ളത്. അതില് ഞാൻ മനസ്സിലാക്കുന്നത് 3,000 കോടി രൂപയാണ് എല്ലാം കൂടി കോടതിയിലും അതുപോലെ തന്നെ മറ്റുള്ള പല സീനിയർ ഓഫീസേഴ്സ് ഡിസൈഡ് ചെയ്യാനുള്ള നികുതി പിരിവിന്റെ ഒരു ചട്ടത്തിൽ പെട്ടുകിടക്കുന്നത്. ബാക്കി ഏതാണ്ട് ഒരു 18,000 19,000 കോടി രൂപ കൃത്യമായി കഴിഞ്ഞ 5 10 വർഷമായി പിരിക്കാത്ത തുകയാണ്. ഇനി അതിലും വർഷത്തെ ഉണ്ടെങ്കിൽ പിരിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ലേ. അതിന് കൂടാതെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് പിരിക്കാത്തത് കൊണ്ടുള്ള നഷ്ടം വേറെ. ഒരു ഉത്തരവും കൂടെ പറയാതെ ഞാൻ one more minute. നോക്കൂ സുരേഷ് ബാബു, താങ്കൾക്ക് അറിയാമായിരിക്കും ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ CGST ടാക്സിന്റെ റെയ്ഡ് മൂലം എത്ര കോടി രൂപയാണ് കേരളത്തിന് വരുമാനം വന്നതെന്ന്. ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റീൽ മാനുഫാക്ചറർ, ആ സ്റ്റീൽ മാനുഫാക്ചർ 6 മാസത്തോളം ജയിൽ കിടന്ന് എന്തിനാണ്? സംസ്ഥാനത്തെ GST വകുപ്പിന്റെ ഓഫീസിന്റെ തൊട്ടു മുന്നിൽ തന്നെ അവരുടെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെ വലിയ തട്ടിപ്പുകൾ നടന്നിട്ട് ഏതാണ്ട് 600 കോടി രൂപയുടെ സെയിൽ ടാക്സ് തട്ടിപ്പ് നടന്നു. സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ CGST ആണ് റെയ്ഡ് ചെയ്തത്, സംസ്ഥാന സർക്കാർ റെയ്ഡ് ചെയ്തില്ല. എന്നിട്ട് ഒരൊറ്റ ചാനലും അത് ന്യൂസും കൊടുത്തില്ല കേട്ടോ അദ്ദേഹം കടന്നിട്ട്. കാരണം പ്രമുഖനാണ്, ദിവസവും TV-യിൽ പരസ്യം വെച്ച് വരുന്നതാണ്. അപ്പൊ അത് കൊടുത്തില്ല. പക്ഷെ CGST റെയ്ഡ് നടക്കുന്നു. CGST റെയ്ഡ് അങ്ങനത്തെ നടന്ന ഒരു 10 സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഒരെണ്ണം നടക്കാൻ പോകുന്നുണ്ട്, ഞാൻ തെളിവ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു തട്ടിപ്പ്. അതിൽ ഡയറക്റ്റ് ആയിട്ട് CPM-ന്റെ MLA-യും പാർട്ടി സെക്രട്ടറിയും അടക്കം ഉണ്ട്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എല്ലാവർക്കും അറിവുള്ളതാണ്. സംസ്ഥാനത്തെ കോവിഡ് കാലഘട്ടം തൊട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന റബ്ബർ വുഡിന്റെ വലിയ തട്ടിപ്പ്, പെരുമ്പാവൂരിൽ നിന്നൊക്കെ പോകുന്ന റബ്ബർ വുഡിന്റെ തട്ടിപ്പില് CGST റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ട ലോറികളുമെല്ലാം DYFI-യുടെയും CPM-ന്റെയും നേതാക്കൾ വന്ന് പരസ്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. CGST ജീവനക്കാരെ മർദ്ദിച്ചു. ഇന്നും ആ കാലടി പോലീസ് സ്റ്റേഷനിലും അങ്കമാലി പോലീസ് സ്റ്റേഷനിലും ആ കേസ് നമ്പർ ഉണ്ടെന്നല്ലാണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല. ഇതെന്തുകൊണ്ടാ? അപ്പൊ സംസ്ഥാനത്ത് ഇത്തരമുള്ള വ്യാപകമായ കൊള്ള നടക്കുന്നുണ്ട്, നികുതി കൊള്ള നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി CPM നടക്കുന്നുണ്ട്. ഞാൻ ഏതാണ്ട് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് നികുതി പിരിവ് നടക്കുന്നില്ല, ഈ വരുമാനം കൃത്യമായിട്ട് എത്തിക്കുന്നില്ല. ഇതിൽ വ്യാപകമായ പരാതിയുണ്ട്. പക്ഷേ CPM-ഓ സംസ്ഥാന സർക്കാരോ ഇതിലൊരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.